നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം ചൊവ്വന്നൂരിലെ കൊലപാതകം മരിച്ചയാളെ തിരിച്ചറിഞ്ഞു. പെരുമ്പിലാവ് ആൽത്തറയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി 34-കാരൻ ശിവയാണ് മരിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. DNA പരിശോധന നടത്തി ഇക്കാര്യം സ്ഥിരീകരിക്കും. പ്രകൃതിവിരുദ്ധ ബന്ധത്തിന് യുവാവ് വിസമ്മതിച്ചതാണ് കൊലപാതകത്തിന് കാരണമെന്ന് അന്വേഷണ സംഘം. ശാസ്ത്ര കൗതുകത്തിന്റെ മിഴികൾ തുറന്നു. പഴഞ്ഞിയിൽ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കം. 105 സ്കൂളുകളിൽ നിന്നായി ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത് 3579 വിദ്യാർത്ഥികൾ. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്യും. ബാസ്കറ്റ്ബോളിന്റെ ഈറ്റില്ലമായ കുന്നംകുളത്ത് 22 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് ആവേശകരമായ തുടക്കം. ഒക്ടോബർ 12 വരെ കുന്നംകുളം ജവഹർ സ്ക്വയർ സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ്. ആദ്യ മത്സരങ്ങളിൽ കോട്ടയം, മലപ്പുറം, കൊല്ലം, പത്തനംതിട്ട ജില്ലാ ടീമുകൾക്ക് വിജയം. കാട്ടകമ്പാൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വാർഷിക യോഗവും തെരഞ്ഞെടുപ്പും ചട്ടങ്ങൾ ലംഘിച്ചാണ് നടത്തിയതെന്നും കണക്ക് അവതരണത്തിൽ ഗുരുതരമായ അപാകതയും ക്രമക്കേടും അഴിമതിയുമുണ്ടെന്ന ആരോപണങ്ങളുമായി മുൻ ഭാരവാഹികൾ രംഗത്ത്. പ്രതിഷേധ കൂട്ടായ്മയൊരുക്കുമെന്നും നിയമപരമായി പോരാടുമെന്നും മുൻ ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. കുന്നംകുളം ചൊവ്വന്നൂരിലെ കൊലപാതകം മരിച്ചയാളെ തിരിച്ചറിഞ്ഞു. പെരുമ്പിലാവ് ആൽത്തറയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി 34-കാരൻ ശിവയാണ് മരിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. DNA പരിശോധന നടത്തി ഇക്കാര്യം സ്ഥിരീകരിക്കാനാണ് പോലീസിന്റെ നീക്കം. പ്രകൃതിവിരുദ്ധ ബന്ധത്തിന് യുവാവ് വിസമ്മതിച്ചതാണ് കൊലപാതകത്തിന് കാരണമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ശനിയാഴ്ച വൈകിട്ടാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം കത്തിച്ച നിലയിലായിരുന്നു മൃതദേഹം. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ചൊവ്വന്നൂർ ചെറുവത്തൂർ സണ്ണിയാണ് കൊല ചെയ്തതെന്ന് വ്യക്തമായി. സണ്ണി സ്വവർഗാനുരാഗിയായിരുന്നു. പ്രകൃതിവിരുദ്ധ ബന്ധത്തിന് വിസമ്മതിച്ചതിലുള്ള പ്രകോപനത്തെ തുടർന്നാണ് ഇയാൾ ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ കൊന്നത്. ബിവറേജസിൽ വെച്ച് പരിചയപ്പെട്ട യുവാവിൻ്റെ പേരോ മറ്റു വിവരങ്ങളോ അറിയില്ലെന്നാണ് സണ്ണി പോലീസിനോട് പറഞ്ഞത്. കുന്നംകുളത്തെ ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്തുനിന്നാണ് ശനിയാഴ്ച വൈകിട്ട് സണ്ണി യുവാവിനെ പരിചയപ്പെടുന്നത്. ഇവിടെ നിന്ന് രണ്ടുപേരും മദ്യപിച്ചിരുന്നു. പിന്നീട് കൂടുതൽ മദ്യം നൽകാമെന്ന് പറഞ്ഞാണ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. രണ്ടുപേരും ബസ്സിൽ ചൊവ്വന്നൂരിലെത്തി. അവിടെയുള്ള കടയിൽ നിന്ന് ഓംലെറ്റ് തയ്യാറാക്കുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങി. മുറിയിലെത്തിയതിനു ശേഷം ഭക്ഷണം തയ്യാറാക്കുന്നതിന് യുവാവ് ഉള്ളിയരിയുന്നതിനിടെ സണ്ണി സ്വവർഗരതിക്ക് പ്രേരിപ്പിച്ചു. ഇതിന് വിസമ്മതിച്ച യുവാവ് കത്തിവീശി. ഇതു തടഞ്ഞ സണ്ണി കത്തി പിടിച്ചു വാങ്ങി തിരിച്ച് യുവാവിനെ കുത്തി. ബഹളമുണ്ടാക്കിയതോടെ ഫ്രൈ പാൻ എടുത്ത് യുവാവിൻ്റെ തലയിലും മുഖത്തും കഴുത്തിലുമടിച്ചു. മരണം ഉറപ്പാക്കുന്നതുവരെ മർദ്ദിച്ചെന്നും പോലീസ് പറയുന്നു. പിന്നീട് മൃതദേഹത്തോടൊപ്പം ശനിയാഴ്ച രാത്രി കഴിഞ്ഞു. ഞായറാഴ്ച രാവിലെ യുവാവ് കൊണ്ടുവന്ന കവറിലും മുറിയിലുണ്ടായിരുന്നതുമായ സാധനങ്ങൾക്ക് തീയിട്ടു. പിന്നീട് മുറി പുറത്തുനിന്ന് പൂട്ടി വടക്കാഞ്ചേരിയിലേക്കും അവിടെ നിന്ന് തൃശ്ശൂരിലേക്കും പോയി. വീണ്ടും ബസ് കയറി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെയാണ് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്നും പോലീസിന്റെ പിടിയിലായത്. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മരിച്ചയാളെ തിരിച്ചറിയുന്നതിനായുള്ള അന്വേഷണത്തിലാണ് മരിച്ചത് പെരുമ്പിലാവ് ആൽത്തറയിൽ താമസിക്കുന്ന ശിവ ആണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. ശിവയുടെ മകൻ ചിത്രം കണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. DNA പരിശോധന നടത്തി കൂടുതൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ ശ്രമം. തൃശ്ശൂരിലെ വസ്ത്രവിൽപ്പനശാലയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായ സണ്ണി മറ്റ് 2 കൊലപാതക കേസുകളിൽ പ്രതിയാണ്. ഒരു കൊലക്കേസിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളിയെയും ബന്ധുവിനെയുമാണ് നേരത്തെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് പഴഞ്ഞിയിൽ തുടക്കം. ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി പഴഞ്ഞിയിലെ വിവിധ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് മേള. ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ നിർവഹിച്ചു. കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്താൻ രക്ഷിതാക്കളും അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ സപ്പോർട്ടായിട്ട് അധ്യാപകരും വളരെയധികം കഠിനമായിട്ട് തന്നെ പ്രയത്നിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നിരവധി വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനും അത് കൂടുതൽ താല്പര്യത്തോടു കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ശാസ്ത്രമേളയിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ 3 സ്കൂളുകളിലാണ് ശാസ്ത്രമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, പ്രവൃത്തി പരിചയം, IT തുടങ്ങിയ മേളകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ TS മണികണ്ഠൻ,
വാർഡ് മെമ്പർ KT ഷാജൻ മാസ്റ്റർ, വിവിധ വാർഡ് മെമ്പർമാർ, അധ്യാപക രക്ഷാകർതൃ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ വെങ്കിട്ടമൂർത്തി സ്വാഗതവും സ്വീകരണ കമ്മിറ്റി കൺവീനർ CG സിൽവി നന്ദിയും പറഞ്ഞു. പഴഞ്ഞി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മാർത്തോമ സ്കൂൾ, മാർ ബസേലിയസ് സ്കൂൾ എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തിപരിചയ IT മേളയിൽ 105 സ്കൂളുകളിൽ നിന്നായി 3579 മത്സരാർത്ഥികൾ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. LP വിഭാഗം 40, UP വിഭാഗത്തിൽ 17, ഹൈസ്കൂളിൽ 20, ഹയർ സെക്കൻഡറിയിൽ 12, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 4, അൺഎയ്ഡഡ് വിഭാഗത്തിൽ 12 സ്കൂളുകളുമാണ് മേളയിൽ കുട്ടികളെ അയക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് 4-ന് നടക്കുന്ന സമാപന സമ്മേളനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്യും. കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയാകും. മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും ഉച്ചഭക്ഷണം ഒരുക്കിയിരുന്നു. ശാസ്ത്ര കൗതുകത്തിനൊപ്പം കരവിരുതിന്റെ കൂടി വിസ്മയം തീർത്തായിരുന്നു ആദ്യ ദിവസത്തെ മേളയുടെ കാഴ്ചകൾ. വിദ്യാർത്ഥി മനസ്സിന്റെ വിശാലതയും മികവുമാണ് വിവിധ ഇനങ്ങളിലെ മാറ്റുരയ്ക്കപ്പെട്ടത്. മൂന്ന് വിദ്യാലയങ്ങളിലെ വിവിധ ക്ലാസ് മുറികളിലും ഹാളിലുമായിട്ടാണ് മത്സരങ്ങൾ നടന്നത്. ആദ്യ ദിനം ഗണിതം, ശാസ്ത്രോത്സവം, IT, പ്രവൃത്തിപരിചയം എന്നീ വിഭാഗങ്ങളിലെ 37 ഇനങ്ങളിലാണ് മത്സരമുണ്ടായത്. മനസ്സിലെ രൂപങ്ങൾ മണ്ണിൽ കുഴച്ചെടുക്കുന്ന ക്ലേ മോഡലിംഗ് കാണികളെ ആകർഷിച്ചു. LP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾ തങ്ങളുടെ സർഗചേതനയാൽ മനോഹരമായ രൂപങ്ങൾ സൃഷ്ടിച്ചു. മത്സരത്തിൽ വിവിധ വിഭാഗങ്ങളിൽ പ്രത്യേകം വിഷയങ്ങൾ നൽകിയിരുന്നു. പേപ്പർ ക്രാഫ്റ്റ്, വേസ്റ്റ് മെറ്റീരിയൽ, കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ്, മരപ്പണിയുടെ പ്രാഥമിക രൂപമായ വുഡ് വർക്ക്, ഫാബ്രിക് പെയിന്റ് തുടങ്ങിയ ഇനങ്ങളും ആകർഷകമായി. ത്രെഡ് പാറ്റേൺ, വെജിറ്റബിൾ പ്രിന്റിംഗ്, പെയിന്റിംഗ്, പേപ്പർ ക്രാഫ്റ്റ് തുടങ്ങിയ കരകൗശല മേഖലയോടൊപ്പം സാങ്കേതിക വിദ്യയിലും പ്രാവീണ്യമുള്ളവരുടെ മികവ് മത്സരങ്ങളിൽ പ്രകടമായി. ആനിമേഷൻ, മലയാളം ടൈപ്പിംഗ്, ഡിജിറ്റൽ പെയിന്റിംഗ്, പ്രസന്റേഷൻ തുടങ്ങിയവയാണ് IT മേളയിലെ പ്രധാന ഇനങ്ങൾ. മികച്ച രീതിയിൽ മേള സംഘടിപ്പിക്കാനായതായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ CCTVയോട് പറഞ്ഞു. ചൊവ്വന്നൂർ BPCയും അതുപോലെ തന്നെ BPCയുടെ കൂടെയുള്ള സ്റ്റാഫും ഇതിൽ നിരന്തരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അപ്പോൾ ഇതൊരു കൂട്ടായ്മയിലൂടെ നന്നായി നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇത് വളരെ ഭംഗിയായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന മീഡിയാസിൻ്റെ ഒരു സപ്പോർട്ട് അത് ഭയങ്കരമാണ്. കാരണം കുന്നംകുളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പരിപാടികളും അതിൻ്റെ നല്ല രീതിയിലുള്ള ആ ഒരു അവസ്ഥകൾ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മീഡിയാസ് വളരെയേറെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. എല്ലാ വകുപ്പുകളും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജനപ്രതിനിധികളും സപ്പോർട്ട് ചെയ്യുന്നു. സമാപന ദിനത്തിൽ സ്റ്റിൽ വർക്കിംഗ് മോഡലുകളിൽ വൈവിധ്യമാർന്ന മത്സരങ്ങളുണ്ടാകും. ഇലക്ട്രോണിക്സ്, റോബോട്ടിക്സ്, റിസർച്ച്, ഇൻവെസ്റ്റിഗേറ്ററി പ്രോജക്റ്റുകളും വിസ്മയം തീർക്കും. പാഠ്യപദ്ധതിയിലെ മാറ്റങ്ങൾക്കൊപ്പം മേളയിലെ ഇനങ്ങളിലും വ്യത്യസ്തതകളുണ്ട്. പതിവ് രീതികളിൽ നിന്ന് മാറിയുള്ള മത്സരങ്ങൾ ഇക്കുറി ശാസ്ത്രമേളയുടെ പ്രത്യേകതയാണ്. വിദ്യാലയങ്ങളിലെ പാഠ്യപദ്ധതിയിലെ മാറ്റങ്ങൾക്കനുസൃതമായി മാനുവലുകൾ പരിഷ്കരിക്കുകയും കാലോചിതമായി മാറ്റങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ മത്സരങ്ങൾ കൂട്ടിച്ചേർത്തുമാണ് ഇക്കുറി മേള നടത്തുന്നത്. LP, UP വിഭാഗങ്ങളിൽ പനയോല കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, വോളിബോൾ, ബാഡ്മിൻ്റൺ നെറ്റ്, ചോക്ക് നിർമ്മാണം എന്നീ മത്സരങ്ങൾക്കു പകരം ഒറിഗാമി, പോട്ടറി പെയിൻറ്റിംഗ്, പോസ്റ്റർ ഡിസൈൻ എന്നീ മത്സരങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവൃത്തി പരിചയമേളയിൽ ചന്ദനത്തിരി, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, കുടനിർമ്മാണം, പനയോല, വോളിബോൾ നെറ്റ്, തഴയോല, ചോക്ക് നിർമ്മാണം എന്നീ മത്സരങ്ങൾക്കു പകരം വിവിധതരം ക്യാരി ബാഗുകളുടെ നിർമ്മാണം, ഫൈബർ ഫാബ്രിക്കേഷൻ, നൂതനാശയ പ്രവർത്തന മോഡൽ, ലോഹത്തകിടിൽ ദ്വിമാന രൂപചിത്രണം, പോസ്റ്റർ ഡിസൈനിംഗ് തുടങ്ങി 8 ഇനങ്ങളാണ് പുതിയതായി കൂട്ടിച്ചേർത്തത്. കുട്ടികളിലെ പാഠ്യമികവിനൊപ്പം പാഠ്യേതര കഴിവുകളുടെ വികാസത്തിനും വേണ്ടി നടത്തുന്ന ശാസ്ത്രമേളയിൽ വിവിധ തലങ്ങളിലെ കൂടിയാലോചനകൾക്കു ശേഷമാണ് പരിഷ്കരണം നടപ്പിലാക്കിയത്. ഇതു സംബന്ധിച്ച് കുട്ടികൾക്കും അധ്യാപകർക്കും കാര്യമായ എതിർപ്പുണ്ടായിരുന്നില്ലെന്നതും ശ്രദ്ധേയമായി. പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഒരുക്കിയതിലൂടെ ഇനി സംസ്ഥാനതല മേളകൾക്കും പുതിയ പാറ്റേണിലാകും മത്സര നടത്തിപ്പ്. രുചികരമായ ഭക്ഷണമൊരുക്കി ഫുഡ് കമ്മിറ്റി കയ്യടി നേടി. ജനകീയ പിന്തുണയിൽ വിഭവ ധനസമാഹരണം നടത്തിയാണ്
2 ദിവസവും മേളയിൽ എത്തിച്ചേരുന്നവർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കുന്നത്. ചോറിന് സാമ്പാർ, പുളിയിഞ്ചി, കായ, പയർ ഉപ്പേരി തുടങ്ങിയവയായിരുന്നു ആദ്യ ദിനത്തിലെ ഉച്ചഭക്ഷണത്തിന്റെ മെനു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, മാർത്തോമ LP, മാർ ബസേലിയോസ് സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം ഭക്ഷണ കൗണ്ടർ ഒരുക്കി. കലോത്സവത്തിലും കായികമേളകളിലും വിവിധ സ്കൂളിലും ഓഡിറ്റോറിയത്തിലുമായി വേദികൾ ഒരുക്കുമെങ്കിലും ഭക്ഷണം ഒരു സ്ഥലത്തു മാത്രം കേന്ദ്രീകരിക്കുന്നതിനാൽ കുട്ടികൾക്കും സംഘാടകർക്കും ഏറെ ദൂരം താണ്ടി ഭക്ഷണ വിതരണ കേന്ദ്രത്തിലെത്തേണ്ട ബുദ്ധിമുട്ടുകൾ പതിവായിരുന്നു. എന്നാൽ ശാസ്ത്രമേള പഴഞ്ഞിയിലെ 3 വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് 1 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ നടന്നെങ്കിലും ഭക്ഷണത്തിനായി ആർക്കും ഓടി നടന്ന് അലയേണ്ടി വന്നില്ല. അതത് സ്കൂളിലേക്കു തന്നെ ഭക്ഷണമെത്തിച്ച് ഫുഡ് കമ്മിറ്റി മികവുകാട്ടി. പഴഞ്ഞി കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിലായിരുന്നു ഭക്ഷണം ഒരുക്കിയത്. എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാദിഷ്ടമായ ഉച്ചഭക്ഷണം നൽകിയതായി ഫുഡ് കമ്മിറ്റി കൺവീനർ KT ഷാജൻ മാസ്റ്റർ പറഞ്ഞു. പഴഞ്ഞി പള്ളിയുടെ കത്തീഡ്രൽ ഹാളിൽ വെച്ചിട്ടാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. പഴഞ്ഞി ഗവൺമെൻറ് ഹൈസ്കൂളിലും അതുപോലെ തന്നെ മാർ ബസേലിയോസ് ഹൈസ്കൂളിലും ബസേലിയോസ് സ്കൂളിലും വെച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കൗണ്ടറുകളാക്കി വിതരണം ചെയ്യുന്നത്. കുട്ടികൾക്ക് സ്വാദിഷ്ടമായ രീതിയിലുള്ള ഒരു വെജിറ്റേറിയൻ ഫുഡാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ കൃത്യമായി തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും ഇതുവരെ ചെയ്തു കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും നാളെയും അത് പൂർണ്ണമാക്കി വളരെ ഭംഗിയാക്കി ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കുട്ടികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, വിധികർത്താക്കൾ ഉൾപ്പെടെയുള്ള ഒഫീഷ്യൽസുകൾ, PTA ഭാരവാഹികൾ, SPC, TTC, B.Ed വിദ്യാർത്ഥികൾ തുടങ്ങി 4000-ഓളം പേർക്കാണ് ആദ്യ ദിവസം ഭക്ഷണം നൽകിയത്. അബ്ബാസ് കരിക്കാടും സംഘവുമാണ് പാചകത്തിന് നേതൃത്വം നൽകിയത്. നാട്ടുകാരുടെ സഹകരണത്തോടെ ജനകീയ പിന്തുണയിൽ വിഭവ ധനസമാഹരണം നടത്തിയാണ് ഭോജനശാല സജീവമാക്കിയത്. പേരെന്താ? അർപ്പിത. ഏത് സ്കൂളിലാണ് പഠിക്കണത്? GLPS കടങ്ങോട്. അതെല്ലേ. ഏത് ഇനത്തിൽ പങ്കെടുക്കാനാ വന്നേ? ഫാബ്രിക് പെയിന്റ്. എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? എങ്ങനെയുണ്ട്? സൂപ്പർ. ഇഷ്ടായില്ലേ? പേരെന്താ? വേദ. ഏത് സ്കൂളിലാണ് പഠിക്കണേ? മാത്തങ്കോട് UPS സ്കൂളിൽ. ഭക്ഷണം എങ്ങനെയുണ്ട്? സൂപ്പറാണ്. വിതരണത്തിനും നാട്ടുകാരുടെ നിറപിന്തുണയുണ്ടായി. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂൾ PTA പ്രസിഡന്റും ഫുഡ് കമ്മിറ്റി ചെയർമാനുമായ സാബു ഐനൂർ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ശ്രദ്ധ നേടി കുട്ടി പോലീസിന്റെ പ്രവർത്തനവും. ശാസ്ത്രമേളയ്ക്കെത്തിയവരുടെ വാഹനങ്ങളും മറ്റു വാഹനങ്ങളും നിറഞ്ഞതോടെ രാവിലെ 8 മണി മുതൽ തന്നെ മേഖലയിൽ വലിയ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. കയ്യിൽ സ്റ്റോപ്പ് ബോർഡുമായി കാക്കി അണിഞ്ഞെത്തിയ കുട്ടി പോലീസ് ജാഗ്രതയോടെ വാഹനങ്ങൾ നിയന്ത്രിച്ച് കുരുക്ക് കുറച്ചു. കുട്ടികളെയും അധ്യാപകരെയും ഒഫീഷ്യൽസിനെയും ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുകയും ചെയ്തു. മത്സരാർത്ഥികൾക്കും വിധികർത്താക്കൾക്കും ആവശ്യമായതെല്ലാം എത്തിച്ചു നൽകി. ഭക്ഷണ വിതരണത്തിനും അവർ മുന്നിലുണ്ടായിരുന്നു. പഴഞ്ഞി സ്കൂളിൽ കഴിഞ്ഞ 8 വർഷത്തോളമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ സേവനമുണ്ട്. എല്ലാ ദിവസവും ഇവർ തന്നെയാണ് സ്കൂളിന് മുന്നിലെ സീബ്ര ലൈനിന് മുന്നിൽ നിന്ന് ട്രാഫിക് പോലീസിന്റെ ചുമതല നിർവഹിക്കാറുള്ളത്. വിവിധ അധ്യാപകരും ചുമതലയനുസരിച്ച് ഇവരെ പിന്തുണയ്ക്കാനായി ഒപ്പമുണ്ടാകാറുണ്ട്. മറ്റു വാർത്തകൾ. കുന്നംകുളം ജവഹർ സ്ക്വയർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം വ്യാപാര ഭവനിൽ നിന്നാരംഭിച്ച പ്രൗഢഗംഭീരമായ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ സാംസ്കാരിക ഘോഷയാത്ര നഗരത്തിലൂടെ സഞ്ചരിച്ച് മത്സരവേദിയായ ജവഹർ സ്ക്വയർ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നു. 14 ജില്ലകളിൽ നിന്നുള്ള ടീമുകളെ പ്രതിനിധീകരിച്ചുള്ള മത്സരാർത്ഥികളും സംഘാടകരും ജനപ്രതിനിധികളും ഘോഷയാത്രയിൽ അണിനിരന്നു. തുടർന്ന് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു. കായിക മേഖലയുടെ കായിക ഹബ്ബായി കുന്നംകുളം വളർന്നു കഴിഞ്ഞു. അതിൻ്റെ വലിയ നേട്ടങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ 21 വർഷങ്ങൾക്ക് മുൻപാണ് ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ് കുന്നംകുളത്ത് നടന്നിട്ടുള്ളത്. ഇപ്പോൾ സംസ്ഥാന സ്കൂൾ തലത്തിലുള്ള സംസ്ഥാന കായികമേള, ജില്ലാ കായികമേള, അതുപോലെ തന്നെ സീനിയേഴ്സിൻ്റെ നാഷണൽ മീറ്റ്, ഇതെല്ലാം കുന്നംകുളത്ത് നടക്കുകയാണ്. ഇത് നടക്കുന്നത് കുന്നംകുളം ഒരു കായിക ഹബ്ബായി മാറിയതിൻ്റെ വലിയൊരു നേട്ടം തന്നെയാണ്. ചേംബർ ഓഫ് കൊമേഴ്സ് കുന്നംകുളം പ്രസിഡന്റ് KP സാക്സൺ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളത്തെ ആദ്യകാല ബാസ്കറ്റ്ബോൾ താരവും ലൈഫ് ടൈം പ്രസിഡന്റുമായ PJ സണ്ണി, കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിജോപോൾ CMI, KBA സീനിയർ വൈസ് പ്രസിഡന്റ് ഷിഹാബ് നീരുങ്ങൽ എന്നിവർ മുഖ്യാതിഥികളായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി MK പോൾസൺ, ചേംബർ ഓഫ് കൊമേഴ്സ് കുന്നംകുളം സെക്രട്ടറി KM അബൂബക്കർ, നിയോജകമണ്ഡലം ട്രഷറർ ജിനീഷ് തെക്കേക്കര, യൂത്ത് വിംഗ് പ്രസിഡന്റ് ബിനോയ് വടക്കൻ, വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീജിഷ ദാസ്, സ്പോർട്സ് വിംഗ് പ്രസിഡന്റ് സിൻഡോ ജോയ്, കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി PC ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തിനു ശേഷം സ്റ്റേഡിയത്തിൽ വിവിധ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി.
ബാസ്കറ്റ്ബോളിന്റെ ഈറ്റില്ലമായ കുന്നംകുളത്ത് 22 വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഒക്ടോബർ 7 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിലായി ജവഹർ സ്ക്വയർ സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ്. രാജ്യാന്തര താരങ്ങളും റഫറിമാരും എത്തിയതോടെ കാണികളും ആവേശത്തിലാണ്. ടൂർണമെന്റിൽ 14 ജില്ലകളിൽ നിന്നായി പുരുഷ വിഭാഗത്തിൽ 14 ടീമുകളും വനിതാ വിഭാഗത്തിൽ 12 ടീമുകളും മാറ്റുരയ്ക്കും. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്റ്റാർട്ടിംഗ് 5 സ്പോർട്സ് മാനേജ്മെന്റിന്റെ പിന്തുണയോടെയാണ് കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് മത്സരങ്ങൾ ആരംഭിച്ചു. ആദ്യ ദിനത്തിലെ മത്സരങ്ങളിൽ പുരുഷ വിഭാഗത്തിൽ കോട്ടയം പാലക്കാടിനെയും മലപ്പുറം കോഴിക്കോടിനെയും കൊല്ലം വയനാടിനെയും പരാജയപ്പെടുത്തി. വനിതാ വിഭാഗത്തിൽ മലപ്പുറത്തിനെ പത്തനംതിട്ടയും പരാജയപ്പെടുത്തി. ചാമ്പ്യൻഷിപ്പ് നിയന്ത്രിക്കാനായി രാജ്യാന്തര റഫറിമാരായ സാനിം മുഹമ്മദും അലൻ ജോസും കുന്നംകുളത്തെത്തും. രാജ്യാന്തര താരങ്ങളായ ആർ ശ്രീകല, അനീഷ ക്ലീറ്റസ്, സുവാൻ ഫ്ലോറന്റിന, കവിത, സെജിൻ മാത്യു, ആരോൺ ബ്ലസൻ എന്നിവർ തിരുവനന്തപുരത്തിനായും ബേസിൽ ഫിലിപ്പ് എറണാകുളത്തിനായും കളത്തിലിറങ്ങും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഘോഷയാത്രയും വിവിധ കലാപരിപാടികളും ഉണ്ടാകും. പ്രമുഖ ബാസ്കറ്റ്ബോൾ പരിശീലകൻ റിച്ചാർഡ് ലീ ബ്രൂക്സ് 11-12 തീയതികളിൽ ബാസ്കറ്റ്ബോൾ പരിശീലകർക്ക് ക്ലാസ് എടുക്കും. ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുന്ന സംസ്ഥാന ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തിരഞ്ഞെടുക്കും. പെരുമ്പ്ലാവ് സെന്ററിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പഞ്ചായത്തിൽ നടത്തിയ യോഗത്തിൽ മാർഗരേഖയായി. KSTP അധികൃതരും വ്യാപാരികളുടെ പ്രതിനിധിയും പങ്കെടുത്ത യോഗത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത്. വെള്ളക്കെട്ടിന് പ്രധാന കാരണമായ അടഞ്ഞ കലുങ്ക് നവീകരിക്കുകയും പുറവൂർ പരുവക്കുന്ന് തുടങ്ങിയ റോഡുകളിൽ നിന്ന് സംസ്ഥാന പാതയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം കാനയിലേക്ക് തിരിച്ചുവിടാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യും. സംസ്ഥാനപാത നവീകരണത്തോടൊപ്പം വെള്ളക്കെട്ടിനും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം വ്യാപാരികൾ പ്രതിഷേധിച്ചിരുന്നു. സംസ്ഥാന പാതയിലെ കാനയിലേക്ക് ഹോട്ടലുകളിലെ മലിനജലം ഒഴുക്കിവിടുന്നത് പൂർണ്ണമായി നിരോധിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അറിയിച്ചു. നവീകരണത്തിന്റെ ഭാഗമായി കാന തുറക്കുമ്പോൾ ഏതെങ്കിലും ഹോട്ടലിന്റെ പൈപ്പ് കാനയിലേക്ക് തുറക്കുന്ന രീതിയിൽ കണ്ടാൽ കനത്ത പിഴ ഈടാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പെരുമ്പ്ലാവ് ജംഗ്ഷനിലെ പൈപ്പ് സ്ഥാപിക്കൽ പൂർത്തിയായതോടെ ഒരാഴ്ചയായി ഉണ്ടായിരുന്ന ഗതാഗത തടസ്സത്തിന് പരിഹാരമായിട്ടുണ്ട്. PSC പരീക്ഷയ്ക്കിടയിൽ ക്ലാസ് മുറിയിൽ പാമ്പിഴഞ്ഞെത്തിയത് പരിഭ്രാന്തിക്കിടയാക്കി. വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചൊവ്വാഴ്ച രാവിലെ 7ഓടെയാണ് സംഭവം. സ്കൂളിലെ ക്ലാസ് മുറിയിൽ PSCയുടെ അസിസ്റ്റന്റ് ടൈം കീപ്പർ പരീക്ഷ നടന്നുകൊണ്ടിരിക്കെ പാമ്പ് ഇഴഞ്ഞെത്തുകയായിരുന്നു. ഇതോടെ പരീക്ഷ എഴുതുകയായിരുന്ന ഉദ്യോഗാർത്ഥികൾ ഭയപ്പാടിലാവുകയും ചിലർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ഓടിമാറുകയും ചെയ്തു. തുടർന്ന് പരീക്ഷയ്ക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥ ക്ലാസ് റൂമിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് ചൂൽ ഉപയോഗിച്ച് പാമ്പിനെ തട്ടിപ്പുറത്താക്കിയെന്നും ഇവരുടെ ധൈര്യമാണ് മറ്റനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കിയതെന്നും പരീക്ഷാർത്ഥിയായിരുന്ന ഗുരുവായൂർ സ്വദേശിനി പറഞ്ഞു. പരീക്ഷ പിന്നീട് തുടരുകയും ചെയ്തു. കാട്ടകമ്പാൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വാർഷിക യോഗവും തെരഞ്ഞെടുപ്പും ചട്ടങ്ങൾ ലംഘിച്ചാണ് നടത്തിയതെന്നും കണക്കവതരണത്തിൽ ഗുരുതരമായ അപാകതയും ക്രമക്കേടും അഴിമതിയുമുണ്ടെന്ന ആരോപണങ്ങളുമായി മുൻ ഭാരവാഹികൾ രംഗത്ത്. കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിലാണ് ഇവർ ആരോപണം ഉന്നയിച്ചത്. ഒക്ടോബർ 5 ഞായറാഴ്ച ക്ഷേത്രം മൂട്ടുപുരയിൽ ചേർന്ന ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വാർഷിക യോഗത്തിലെ കണക്ക് ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ലാതെയാണ് അവതരിപ്പിച്ചത്. പല കാര്യങ്ങളിലും വിയോജിപ്പ് രേഖപ്പെടുത്തി യോഗത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും ഇറങ്ങിപ്പോയ ശേഷമാണ് കണക്ക് അംഗീകരിക്കുകയും പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തത് എന്ന് ഇവർ കുറ്റപ്പെടുത്തി. ഇത് നടപടിക്രമങ്ങളുടെയും ദേവസ്വം ചട്ടങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്നും ഒരുപാട് അഴിമതികൾ നടന്നിട്ടുള്ളതായും ഇവർ ആരോപിച്ചു. ഓഡിറ്റ് റിപ്പോർട്ട് പോലും ഇല്ലാതെ കണക്കുകൾ അവതരിപ്പിക്കുകയും ഭൂരിപക്ഷം അംഗങ്ങളും ഇതിനെതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ സമയത്ത് അത് പാസ്സാക്കുകയും സ്വയം തീരുമാനമെടുത്തുകൊണ്ട് പുതിയ ഭരണസമിതി തെരഞ്ഞെടുക്കുകയും ഉണ്ടായി. ഇതിൽ ഒരുപാട് അഴിമതികൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഇതിനെതിരെ വാക്കൗട്ട് നടത്തേണ്ടി വന്നത്. മുൻവർഷത്തിൽ ശമ്പള ഇനത്തിൽ നൽകിയത് 8,77,027 രൂപയായിരുന്നത് പുതിയ കണക്ക് വന്നപ്പോൾ 19,36,006 രൂപയായി ഉയർന്നു. എന്നാൽ ആർക്കും വർദ്ധിപ്പിച്ച ശമ്പളം ലഭിച്ചതായി അറിവില്ലെന്നും ഇവർ പറഞ്ഞു. 8,77,027 രൂപ ഉണ്ടായിരുന്ന ശമ്പളം ഒരു വർഷം കൊണ്ട് 19,36,006 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. എന്നാൽ ആർക്കും ശമ്പളം വർദ്ധിപ്പിച്ചു നൽകിയതായി അറിയാൻ സാധിച്ചിട്ടില്ല. ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അത് ഈ ചിങ്ങമാസം മുതലാണ് കൊടുത്തു തുടങ്ങുകയുള്ളൂ. പിന്നെ അതിന്റെ വിശദീകരണം ചോദിച്ചപ്പോൾ സെക്രട്ടറിക്ക് പറയാൻ സാധിക്കുന്നില്ല. തങ്ങൾ 2 വർഷം മുൻപ് സ്ഥാനമൊഴിയുമ്പോൾ കനറ ബാങ്കിൽ ഉണ്ടായിരുന്ന ലോക്കറിലേക്ക് കോടികൾ വിലമതിക്കുന്ന സ്വർണവും മറ്റും സൂക്ഷിക്കാതെ സ്വയമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്നും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമുണ്ടെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. കൂടാതെ 2 വർഷം മുമ്പ് ഭരണം മാറിപ്പോകുമ്പോൾ ലോക്കറും സൗകര്യങ്ങളും കനറ ബാങ്കിലുള്ള ലോക്കറും സൗകര്യങ്ങളും ഏൽപ്പിച്ചിട്ടും
ഇത്രയും കാലമായിട്ട് പോലും ആ ലോക്കറിൽ ദേവസ്വത്തിൻ്റെതായ കോടികൾ വിലപിടിപ്പുള്ള സ്വർണം സൂക്ഷിക്കുവാനോ മറ്റുള്ള കാര്യങ്ങളോ ഇവർ ചെയ്തിട്ടില്ല. ഇവർ ഇവരുടെ സ്വയം കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ക്രയവിക്രയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം നടപടികൾ ഉണ്ടായിരിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഒരു ഭക്തജന കൂട്ടായ്മയുടെ ആവശ്യകത ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രസ് മീറ്റിംഗ് നടത്തേണ്ട വന്നിട്ടുള്ളത്. ക്രമക്കേടിനെതിരെ ഭക്തജനങ്ങളെ സംഘടിപ്പിച്ച് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും ക്രമക്കേടുകളും അഴിമതിയും ചൂണ്ടിക്കാട്ടി നിയമപോരാട്ടം നടത്തുമെന്നും മുൻ ഭാരവാഹികളായ പ്രസിഡന്റ് കെ രജീഷ്, സെക്രട്ടറി ഭാസ്കരൻ വടക്കൂട്ട്, വൈസ് പ്രസിഡന്റ് പി അനൂപ് എന്നിവർ വ്യക്തമാക്കി. ആധുനിക രീതിയിൽ നിർമ്മിച്ച ഇരുമുപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് മെമ്പർ VC ബിനോജ്, മെമ്പർമാരായ MK ജോസ്, സുധീഷ് പറമ്പിൽ, ES സുരേഷ്, സുമന സുഗതൻ, CPM ലോക്കൽ സെക്രട്ടറി PC അബ്ബാൽമണി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ, CPI നേതാവ് KV ശങ്കരനാരായണൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് ഇരുമുപ്പെട്ടി, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MV ബാബു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ഉപജില്ല സ്കൂൾ കലോത്സവം ഒക്ടോബർ 22, 23, 24, 25 തീയതികളിൽ വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം P സാബിറ നിർവഹിച്ചു. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഷിഹാദ് തലശ്ശേരിയാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു ചടങ്ങിൽ അധ്യക്ഷനായി. അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി സുരേഷ് ബാബു, സ്കൂൾ പ്രിൻസിപ്പൽ KB പ്രീത, പ്രധാന അധ്യാപകൻ K സേതുകുട്ടി, പബ്ലിസിറ്റി കൺവീനർ AA അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിവിധ കമ്മിറ്റി ഭാരവാഹികളും അധ്യാപകരും പങ്കെടുത്തു. ഗുരുവായൂരിലെ ഔട്ടർ റിംഗ് റോഡിലും കൈരളി ജംഗ്ഷൻ മുതൽ ആനക്കോട്ട വരെയുള്ള റോഡിലും പുതിയ സ്ട്രീറ്റ് ലൈറ്റ് ഒരുക്കുന്നതിന്റെ രണ്ടാം ഘട്ടമായി മഞ്ജുലാൽ ജംഗ്ഷൻ മുതൽ കോയ ബസാർ വരെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ നടന്നു. പന്തായിൽ ക്ഷേത്ര പരിസരത്ത് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് സ്വിച്ച് ഓൺ നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷയായി. വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ MM ഷെഫീർ, കൗൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, RV ഷെരീഫ്, നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ, മുനിസിപ്പൽ എഞ്ചിനീയർ നിഷി ദേവദാസ് എന്നിവർ സംസാരിച്ചു. അടുത്ത 2 ഘട്ടത്തോടെ ഈ പദ്ധതി പൂർത്തിയാക്കും. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തൃശൂർ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡിലെ പോലീസുകാരന്റെ സംയോജിതമായ ഇടപെടലിൽ പോക്സോ, കഞ്ചാവ്, ഭണ്ഡാര, കവർച്ച അടക്കം 30ഓളം കേസുകളിൽ പ്രതിപിടിയിലായി. കമ്മീഷണറുടെ ലഹരി വിരുദ്ധ സ്ക്വാഡിലെ സിവിൽ പോലീസ് ഓഫീസറായ നിബു നെപ്പോളിയന്റെ ജാഗ്രതയിലാണ് നാട്ടുകാരുടെ സഹകരണത്തോടെ പ്രതിപിടിയിലായത്. പൂഴിക്കള സെന്ററിൽ സംശയാസ്പദമായ തരത്തിൽ കെട്ടിടത്തിന് പുറകിൽ ഒളിച്ചിരിക്കുകയായിരുന്ന യുവാവിനെ കണ്ടതിനെ തുടർന്ന് സമീപ സ്ഥലമായ ആൾത്തറയിലെത്തി നാട്ടുകാരെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും നാട്ടുകാരുടെ സഹായത്തോടെ പെട്ടെന്ന് തന്നെ നടത്തിയ തിരച്ചിലിനൊടുവിൽ പ്രതിയെ പിടികൂടുകയുമായിരുന്നു. ഇയാളിൽ നിന്ന് പൂട്ട് പൊളിക്കാനുള്ള ലിവർ, കട്ടർ, ഉളി തുടങ്ങിയ ആയുധങ്ങളും പൾസർ ബൈക്കിന്റെ താക്കോലും ഹെൽമറ്റും കണ്ടെത്തി. പൊന്നാനി സ്വദേശിയായ ഇയാൾ കോഴിക്കോട്, മലപ്പുറം, തൃശൂർ എന്നീ 3 ജില്ലകളിലായി മോഷണം, കഞ്ചാവ്, പോക്സോ അടക്കം 30ഓളം കേസുകൾ പ്രതിയാണെന്ന് വടക്കേക്കാട് SHO K രമേശ് അറിയിച്ചു. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ്, ലൈഫ് പദ്ധതി വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യമുയർത്തി KSKTU ബ്രഹ്മകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സദസ്സ് സംഘടിപ്പിച്ചു. കാട്ടേരിയിൽ നടന്ന സദസ്സ് CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി യൂണിയൻ മേഖലാ പ്രസിഡന്റ് CF രാജൻ അധ്യക്ഷനായി. PG സുബിദാസ്, PA ഷൈൻ, BR സന്തോഷ്, AS സതീശൻ, കൃഷ്ണൻ തുപ്പത്ത്, ഷൈനി സതീശൻ എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് ട്രാക്കിൽ തുടക്കം. 2 ദിവസങ്ങളായി നടക്കുന്ന മത്സരങ്ങളിൽ ഉപജില്ലയിലെ 42 സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 700-ൽ-അധികം കായിക പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. 3000 മീറ്റർ സീനിയർ വിദ്യാർത്ഥികളുടെ ഓട്ടമത്സരം, ക്രോസ് കൺട്രി എന്നീ മത്സരങ്ങളോടെ കായികമേള ആരംഭിച്ചു. മുല്ലശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P ഷീബ ചാക്കോ മത്സരങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഉപജില്ലാ വികസന സമിതി കൺവീനർ TU ജെയ്സൺ അധ്യക്ഷത വഹിച്ചു. HM ഫോറം കൺവീനർ CF ജെയ്സൺ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ PM മോഹസിൻ, മുല്ലശ്ശേരി വികസന സമിതി ജോയിന്റ് കൺവീനർ KJO മെജോ, വെൽഫെയർ കമ്മിറ്റി കൺവീനർ RA ആബിദ, ട്രോഫി കമ്മിറ്റി കൺവീനർ TK ഷാഹില, സാബു വർഗീസ്, ടോണി വർഗീസ്, KA ഹസീബ എന്നിവർ സംസാരിച്ചു. ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെന്ന മുദ്രാവാക്യമുയർത്തി BMS ചാവക്കാട് മുനിസിപ്പൽ തല പദയാത്ര സംഘടിപ്പിച്ചു.
വിളാങ്ങാട് കല്ലുങ്ങൽ ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച യാത്രയുടെ പതാക BMS ഗുരുവായൂർ മേഖലാ വൈസ് പ്രസിഡന്റ് VK സുരേഷ് ബാബു, ജാഥ ക്യാപ്റ്റൻ KA ജയതിലകനും വൈസ് ക്യാപ്റ്റൻ സനൂപിനും നൽകി ഉദ്ഘാടനം ചെയ്തു. പദയാത്രയുടെ സമാപനം ചാവക്കാട് വസന്തം കോർണറിൽ BMS സംസ്ഥാന സമിതി അംഗം TC സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മേഖലാ സെക്രട്ടറി PK അറുമുഖൻ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പ്രസിഡന്റ് TC കൃഷ്ണൻ, VK സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ക്ഷേമനിധി പെൻഷൻ 6000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഭവന പദ്ധതി പുനരാരംഭിക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കേന്ദ്രവിഹിതത്തിന് തുല്യമായ തുക സംസ്ഥാന സർക്കാരും നൽകി മിനിമം വേതനം ഉറപ്പുവരുത്തുക തുടങ്ങി 30ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പദയാത്ര നടത്തിയത്. എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനും കർഷകനുമായ തൃത്താല മാമ്പുള്ളി ഞാലിൽ ഹംസ ഹാജി എന്ന AH തൃത്താല നിര്യാതനായി. 79 വയസ്സായിരുന്നു. കബറടക്കം തൃത്താല ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. 13 വർഷം പ്രവാസ ജീവിതം നയിച്ച AH തൃത്താല ദീർഘകാലം നാടിന്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു. ശാരീരിക പ്രയാസങ്ങൾക്കിടയിലും എഴുത്തിലും വായനയിലുമായി വിശ്രമജീവിതം നയിക്കുന്നതിനിടയിലാണ് അന്ത്യം. വാർദ്ധക്യത്തിലും കമ്പ്യൂട്ടറിലും ടാബിലുമായി രചനകൾ നടത്തിയിരുന്ന AH ആധുനിക സംവിധാനങ്ങളോട് തനിക്കുള്ള ആത്മബന്ധം അരക്കിട്ടുറപ്പിച്ചിരുന്നു. മതപരമായ ആധികാരിക ഗ്രന്ഥങ്ങൾ പഠിക്കാൻ കഴിഞ്ഞതാണ് എഴുത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. കൂടല്ലൂർ റഷീദയാണ് ഭാര്യ. അബ്ദുൽ കലാം, ഹാറൂൺ, ഹബീബ, ഡോക്ടർ ഹുബൈബ് എന്നിവർ മക്കളും. സദക്കത്തുള്ള പട്ടാമ്പി, ബഷ്റിയ, ജാഷിറ, ഷഫീന എന്നിവർ മരുമക്കളുമാണ്. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ 69ാം ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സഹകരണത്തോടെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ജോയിന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പള്ളി വികാരി ഫാദർ തോമസ് ചൂണ്ടൽ അധ്യക്ഷത വഹിച്ചു. പോൾ മണ്ടുമ്പാൽ, MV വിൽസൺ, TL ടാബു തുടങ്ങിയവർ സംസാരിച്ചു. സെന്റ് തോമസ് പാരിഷ് ഹാളിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ ആര്യ ഐ കെയർ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. CV ഹാളിൽ നടത്തിയ ക്യാമ്പ് ഹെൽത്ത് സർവീസസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ താജ് പോൾ പനക്കൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് MK സുകുമാരൻ അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി CB ജോബ്രാജ്, ട്രഷറർ ബീന ചാക്കോ, KG പാറുകുട്ടി, PK വേലു, ആര്യ ഐ കെയർ PRO റനീഷ് എന്നിവർ സംസാരിച്ചു. T രാജഗോപാൽ, KK മൊയ്തുണ്ണി, ഡെന്നി ജോബ്, KV കമലാകരൻ, VR അബി, MA വേലായുധൻ മാസ്റ്റർ, VT ശ്രീധരൻ, P സുലോചന, CT അന്നമ്മ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. LDF കുന്നംകുളം നഗരസഭ വികസന മുന്നേറ്റ ജാഥ കുറുക്കൻപാറയിൽ സമാപിച്ചു. സമാപന സമ്മേളനം DYFI ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ് ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ MN സത്യൻ, വൈസ് ക്യാപ്റ്റൻ KG അനിൽകുമാർ, മാനേജർ സീത രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ദേവസ്വം മന്ത്രി VN വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. MK ജോസ്, ചന്ദ്രപ്രകാശ് ഇടമന, K ഗോവിന്ദൻകുട്ടി, NK കബീർ, അജു നെല്ലുവായ്, AU മനാഫ്, ഫ്രിജോ വടക്കൂട്ട്, MC ഐജു, സുധീഷ് പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുവായൂരിൽ ഔട്ടർ റിംഗ് റോഡ് മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചതിൽ മോദി സർക്കാരിനെ നന്ദി അറിയിച്ച് BJP പ്രവർത്തകർ ഗുരുവായൂർ കിഴക്കേനടയിൽ മധുരപലഹാര വിതരണം നടത്തി. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ TV വാസുദേവൻ, സുജയൻ മാമ്പുള്ളി, വൈസ് പ്രസിഡന്റ് മനീഷ് കുളങ്ങര, സെക്രട്ടറി പ്രസന്നൻ വലിയ പറമ്പിൽ, പ്രദീപ് പണിക്കശ്ശേരി, ജിതിൻ കാവീട്, KK സുമേഷ്, ദീപക് തിരുവെങ്കിടം, മനോജ് പുന്നുപറമ്പിൽ, ശ്രീജിത്ത് പള്ളിക്കര, ഷിബീഷ് പാക്കത്ത്, കൃഷ്ണൻ നളന്ത, U രാജഗോപാൽ എന്നിവർ പങ്കെടുത്തു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഷൂ കൊണ്ടെറിഞ്ഞ് അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ചാവക്കാട് കോടതി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം നടത്തി. സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സിജു മുട്ടത്ത് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് അക്തർ അഹമ്മദ്, TP പ്രിയങ്ക എന്നിവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്തിലെ അക്കിക്കാവ് വെസ്റ്റ് 6ാം വാർഡിലെ സബ് രജിസ്ട്രാർ BRD റോഡിന്റെ അറ്റകുറ്റപ്പണിയെ ചൊല്ലി തർക്കം. പൈപ്പിടാനായി കുഴിയെടുത്ത ഭാഗത്ത് മെറ്റലിടാതെ മണ്ണിട്ട് ഉയർത്താൻ കരാറുകാരൻ ശ്രമിച്ചതാണ് തർക്കത്തിനിടയാക്കിയത്. പഞ്ചായത്ത് അംഗം KA ജ്യോതിഷ്, മുൻ പഞ്ചായത്ത് അംഗം കവിത പ്രേംരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ റോഡ് പണി തടഞ്ഞു. തുടർന്ന് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലത്തെത്തുകയും
ഉപയോഗശൂന്യമായ അസംസ്കൃത വസ്തുക്കൾ നീക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. പ്രദേശവാസികളായ റജുല, വേണുഗോപാൽ, ജോർജ്, കുമാരൻ, ഫെബി എന്നിവർ നേതൃത്വം നൽകി. പരാതി കൊടുക്കണം പറ്റുമോ? ഇല്ലെങ്കിൽ ഞാൻ ഏൽക്കുന്നത് പരാതി കൊടുക്കും. ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾക്ക് ഞാൻ ഏൽക്കുന്നത് പരാതി കൊടുക്കും. ഞാൻ നാട്ടുകാർക്കൊക്കെ എന്താണ്ട നമ്പർ അത് പറയണം. പണ്ടാണ് പഴയ മണ്ണ് കൊടുത്തിട്ട് കലാകാലം പറയണോ? ഗ്രാമപഞ്ചായത്ത് എഞ്ചിനീയർ കർശനമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇട്ട ആ മോശമായ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഇവിടെ വെറ്റ് മിക്സ് അടിക്കാനുള്ള നടപടികൾ നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് ഉറപ്പ് തന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രവൃത്തി തുടരാനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തൊട്ടുപിറകിൽ കാണുന്നത് ആ മോശമായ രീതിയിൽ ഇട്ട മണ്ണ് നിക്ഷേപിച്ച മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഇതിന്റെ തൊട്ടുപിറകിലായിട്ട് കാണുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പെരുമണ്ണൂർ ഫുട്ബോൾ അസോസിയേഷൻ ഏകദിന ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. തൃത്താല ASI ഉദയൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സരിത വിജയൻ മുഖ്യാതിഥിയായി. ക്ലബ്ബ് സെക്രട്ടറി V. കേശവദാസ്, പ്രസിഡന്റ് MV സുരേഷ്, ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തുടങ്ങി ക്ലബ്ബിലെ മെമ്പർമാർ ചടങ്ങിൽ സംബന്ധിച്ചു. മത്സരത്തിൽ 8 ടീമുകൾ പങ്കെടുത്തു. ഫൈനൽ മത്സരത്തിൽ FC കുന്നത്തേരി പ്രണവം പെരുമണ്ണൂരിനെ പരാജയപ്പെടുത്തി ജേതാക്കളായി. സമാപന ചടങ്ങിൽ ചാലിശ്ശേരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, 6ാം വാർഡ് മെമ്പർ ഫാത്തിമത്ത് സിൽജ എന്നിവർ പങ്കെടുത്തു. വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. ചാവക്കാട് റേഞ്ച് ടോഡി വർക്കേഴ്സ് യൂണിയൻ കുടുംബ സംഗമം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് C. സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ടോഡി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി CK വിജയൻ, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, യൂണിയൻ സെക്രട്ടറി AS മനോജ്, കോർഡിനേഷൻ കൺവീനർ ജെയിംസ് ആളൂർ, KS പ്രമോദ്, KV മനോജ് എന്നിവർ സംസാരിച്ചു. പ്രകൃതിയുടെ സംരക്ഷകർ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ബോട്ടണി വിഭാഗം സംഘടിപ്പിച്ച സെമിനാറിന്റെ ഉദ്ഘാടനം ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിർവഹിച്ചു. ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് അധ്യക്ഷത വഹിച്ചു. വനാവകാശ നിയമത്തെക്കുറിച്ചും ആദിവാസി ഗോത്രങ്ങൾക്കായി നിർമ്മിക്കപ്പെട്ട മറ്റ് നിയമങ്ങളെക്കുറിച്ചും ആദിവാസി ഗോത്ര സമുദായങ്ങളായ കാട്ടുനായ്ക്കർ, കാടർ എന്നീ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആദിവാസി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചിത്ര നിലമ്പൂരും ഷോളയാർ വനാന്തരങ്ങളിലെ ജൈവസമ്പത്തിനെക്കുറിച്ചും കാടർ സമുദായത്തിന്റെ വൈവിധ്യമാർന്ന ആചാരരീതികളെക്കുറിച്ചും മാണിക്യരാജ് ഷോളയൂരും പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ നിരഞ്ജന, കോളേജ് IQAC കോർഡിനേറ്റർ ഡോക്ടർ TD ശ്രീജ, ഡോക്ടർ V. സുമതി എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസസ് പെൻഷനേഴ്സ് യൂണിയൻ ചൂണ്ടൽ യൂണിറ്റ് ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനാചരണം ജില്ലാ കമ്മിറ്റി അംഗം CP തോമസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് M. ഇന്ദിരാദേവി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CI മോഹൻദാസ് വയോജന കമ്മീഷന്റെ ഘടനയെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും ക്ലാസ് നയിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ VA ജോണി, CU ആലീസ്, യൂണിറ്റ് ഭാരവാഹികളായ KV മുഹമ്മദ്, K. ചന്ദ്രൻ, MM സലീം എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 75 വയസ്സ് പൂർത്തിയായവരെ ആദരിച്ചു. രോഗങ്ങളെ തുടർന്ന് കഴിയുന്നവരെ വീടുകളിൽ സന്ദർശിച്ചു. കളമെഴുത്ത് പാട്ട് എന്ന ക്ഷേത്രകലയിൽ 50-ലധികം വർഷം പിന്നിട്ടതിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ബഹുമതി നേടിയ പെലക്കാട്ട് പയ്യൂർ ഉണ്ണികൃഷ്ണ കുറുപ്പിനെ വീട്ടിലെത്തി ആദരിച്ചു. പാവറട്ടി പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി 2025-2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന സ്വയം പ്രതിരോധ പരിശീലനത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് മീന PS, വാർഡ് മെമ്പറും മദർ PTA പ്രസിഡന്റുമായ സരിത രാജു, സിബി ജോൺസൺ, സുബ്രഹ്മണ്യൻ, ഹബീബ് പോക്കാക്കില്ലത്ത്, KK സുധ, ദ്രൗപതി എന്നിവർ സംസാരിച്ചു. ക്ലാസ് നയിക്കുന്ന കിയോഷി ജമാലുദ്ദീൻ പദ്ധതി വിശദീകരണം നടത്തി. തുടർന്ന് കരാട്ട പരിശീലന മികവ് തെളിയിക്കുന്ന പ്രകടനമുണ്ടായി. ഞാലിക്കര OIT പബ്ലിക് സ്കൂളിലെ യുവജനോത്സവം OIT ഫിയസ്റ്റ 2025 സ്കൂൾ പ്രിൻസിപ്പൽ സുമ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. PTMA പ്രസിഡന്റ് ദുൽഫത്ത് അഷ്റഫ്, സെക്രട്ടറി അഞ്ജു കണ്ണൻ, എക്സിക്യൂട്ടീവ് മെമ്പർ സിമി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാമത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ജനറൽ കോർഡിനേറ്റർ A. സുമ സ്വാഗതവും അഞ്ജന നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,185 രൂപ, സ്വർണം പവന് 89,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 160 രൂപ. ചെറമം ഞമനേങ്ങാട് കരുവമ്പായി പരേതനായ ശേഖരൻ മകൻ ബാലൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അനിത ഭാര്യയും അഖിൽ, നിഖിൽ, നിവ്യ എന്നിവർ മക്കളുമാണ്. പുന്നിയൂർ എടക്കര മിനി സെന്ററിൽ താമസിച്ചിരുന്ന പരേതനായ തയ്യിൽ ഹംസ ഭാര്യ ബീവാത്തു കുട്ടി നിര്യാതയായി. 90 വയസ്സായിരുന്നു. കബറടക്കം നടത്തി. ആച്ചുമു, നഫീസക്കുട്ടി, ഖാലിദ് അൽസാക്കി, ഖദീജ, മുഹമ്മദ് കുട്ടി, മുഹമ്മദ് അലി മാസ്റ്റർ, ഷംസുദ്ദീൻ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളം ചൊവ്വന്നൂരിലെ കൊലപാതകം മരിച്ചയാളെ തിരിച്ചറിഞ്ഞു. പെരുമ്പിലാവ് ആൾത്തറയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി 34-കാരൻ ശിവയാണ് മരിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. DNA പരിശോധന നടത്തി ഇക്കാര്യം സ്ഥിരീകരിക്കും. പ്രകൃതിവിരുദ്ധ ബന്ധത്തിന് യുവാവ് വിസമ്മതിച്ചതാണ് കൊലപാതകത്തിന് കാരണമെന്ന് അന്വേഷണ സംഘം. ശാസ്ത്ര കൗതുകത്തിന്റെ മിഴികൾ തുറന്നു. പഴഞ്ഞിയിൽ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കം. 105 സ്കൂളുകളിൽ നിന്നായി ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത് 3579 വിദ്യാർത്ഥികൾ. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്യും. ബാസ്കറ്റ്ബോളിന്റെ ഈറ്റില്ലമായ കുന്നംകുളത്ത് 22 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് ആവേശകരമായി തുടക്കം. ഒക്ടോബർ 12 വരെ കുന്നംകുളം ജവഹർ സ്കോർ സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ്. ആദ്യ മത്സരങ്ങളിൽ കോട്ടയം, മലപ്പുറം, കൊല്ലം, പത്തനംതിട്ട ജില്ലാ ടീമുകൾക്ക് വിജയം. കടകമ്പൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വാർഷിക യോഗവും തെരഞ്ഞെടുപ്പും ചട്ടങ്ങൾ ലംഘിച്ചാണ് നടത്തിയതെന്നും കണക്ക് അവതരണത്തിൽ ഗുരുതരമായ അപാകതയും ക്രമക്കേടും അഴിമതിയുമുണ്ടെന്ന ആരോപണങ്ങളുമായി മുൻ ഭാരവാഹികൾ രംഗത്ത്. പ്രതിഷേധ കൂട്ടായ്മയൊരുക്കുമെന്നും നിയമപരമായി പോരാടുമെന്നും മുൻ ഭാരവാഹികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.